ഇന്നത്തെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെളുത്തുള്ളി അച്ചാറിൻ്റെ വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിനായിട്ട് ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 കിലോ വരുന്ന കണക്കിനാണ് ഞാൻ വെളുത്തുള്ളി എടുത്തേക്കുന്നത്. വെളുത്തുള്ളി ഇതുപോലെ വൃത്തിയാക്കി എടുക്കുക. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി. ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല, അത് അങ്ങനെ തന്നെ ഒരല്ലിയായിട്ട് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അച്ചാറിടാനായിട്ടൊരു പാത്രം നമുക്ക് വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കൊക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് അച്ചാറിന് നല്ലെണ്ണയാണ് നല്ലത്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരണം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പേസ്റ്റായിട്ടല്ല, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന രീതിയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് പച്ചമുളകും അതും ചെറിയ രീതിയിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്നിപ്പോൾ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടത് വെന്ത് കിട്ടും. നമുക്ക് വെളുത്തുള്ളിയിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി ഒന്ന് വെന്ത് കിട്ടും. അല്ലാതെ നമ്മൾ വെള്ളം പ്രത്യേകിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അച്ചാർ അത് ഇരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോകും. ഇതുപോലെ നമ്മൾ ആ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിക്കൊന്നും വേവില്ല, പെട്ടെന്ന് ആവി തട്ടുമ്പം തന്നെ വെളുത്തുള്ളിയൊക്കെ വെന്ത് കിട്ടും. ഞാനിപ്പോൾ നന്നായിട്ട് ആ എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ആ ഈ വെളുത്തുള്ളി ഒന്ന് വെന്ത് കിട്ടുന്ന സമയത്തിന് നമുക്ക് വേണ്ട പൊടികളൊന്ന് വറുത്തെടുക്കുക. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവായും ഒരു 4 വറ്റൽമുളകും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കി എടുത്തത് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അച്ചാറിന് ചേർക്കുന്ന പൊടികൾ ഞാൻ ഈ കൂട്ടത്തിൽ ചേർത്താണ് പൊടിച്ചെടുക്കുന്നത്. ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ആ എണ്ണയ്ക്കകത്തോട്ടൊന്ന് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ചിരുന്ന പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതേ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
പൊടികളെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വെളുത്തുള്ളിക്ക് കണക്കിനായിട്ടും ഒക്കെ നമ്മൾ ഉപ്പ് ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത്. ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിലാണ് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു 3 സ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ആ രീതിയിലാണ് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുത്തേക്കുന്നത്. വിനാഗിരി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്യുക. വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് തീ ഇടേണ്ട കാര്യമില്ല. ഗ്യാസ് ഓഫ് ചെയ്യുക. നമുക്ക് എന്നിട്ട് ഈ രീതിയിൽ അടച്ചു വെക്കാം. ഇവിടെ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെളുത്തുള്ളി അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് നല്ല ടേസ്റ്റാണ്. നമുക്ക് വെളുത്തുള്ളി അച്ചാർ നല്ലതാണ്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.